أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസിനികളെ, സർവാധിനാഥനായ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തഖ്വയിൽ അധിഷ്ഠിതമായി ക്രമീകരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അർഹമുർ റഹീമീനായ തമ്പുരാൻ വിശുദ്ധ റമളാനിന്റെ എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കി ഇരുലോകത്തും വിജയം വരിക്കാൻ കഴിയുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാൻ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സന്ദർഭങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-24 ദിവസങ്ങൾ അല്ലാഹുവുമായി നിരന്തര ബന്ധം പുലർത്തുകയും ആത്മവിശുദ്ധിയുടെയും ആരാധനകളുടെയും പ്രാർത്ഥനകളുടെയും അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടുകയും ചെയ്തവരാണ്. ഇക്കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ ഓരോന്നിലും വിശ്വാസി നിർവഹിച്ച ഓരോ കർമ്മങ്ങളിലൂടെയും അവൻ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം അഥവാ സ്വർഗം എന്ന ആത്യന്തികമായ പരമമായ ലക്ഷ്യമാണ്. ഇപ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ ഭൂമിയിലെ ഏറ്റവും വിശുദ്ധരായ മനുഷ്യ സമൂഹത്തിലെ അംഗങ്ങളാണ്. കഴിഞ്ഞ ജുമാ ദിവസം ഉണ്ടായിരുന്നതിനേക്കാൾ ഒരാഴ്ച കൂടി അല്ലാഹുവുമായി നിരന്തര ബന്ധങ്ങളിലൂടെ ആത്മവിശുദ്ധി കൈവരിച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ തയ്യാറെടുത്തവരാണ് നാം. നമ്മെക്കുറിച്ച് ഒരു പുനരാലോചന നടത്തേണ്ട സമയം ഇപ്പോൾ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോ അമലുകൾ കൊണ്ടും നേടിയെടുത്ത ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇപ്പോൾ വേണമെങ്കിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും മരണം സംഭവിച്ചാൽ എനിക്ക് ഭയമില്ല, കാരണം ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറയാനുള്ളതൊക്കെയും ഏറ്റുപറഞ്ഞിരിക്കുന്നു. എന്റെ റബ്ബ് എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായി മാറിയോ അത്രമാത്രം എന്റെ റബ്ബ് എന്നെയും സ്നേഹിക്കുന്ന രീതിയിലേക്ക് ഞാൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി വിരലിലുണ്ടാവുന്ന ഏതാനും ദിവസങ്ങൾ മാത്രം മുന്നിൽ ബാക്കിയുള്ളവരായി, അതുകൂടി കഴിഞ്ഞാൽ വിശുദ്ധ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റു റമളാൻ, അല്ലയോ വിശുദ്ധ റമളാൻ, ഞങ്ങൾ നിന്നോട് സലാം പറയുന്നു. ഞങ്ങൾ നിന്നോട് മാത്രമേ സലാം പറയുന്നുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനോട് സലാം പറയുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ അമലുകളോട് സലാം പറയുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകളോട് സലാം പറയുന്നില്ല. കാരണം
ഇക്കഴിഞ്ഞ ഓരോ ദിനരാത്രങ്ങളിലൂടെയും പരലോക യാത്രയ്ക്ക് വേണ്ട ഫൈന ഖൈറസ്സാദി തഖ്വ എന്ന് പറയുന്ന ഏറ്റവും സവിശേഷമായ പാതേയമാകുന്ന തഖ്വ ഞങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ഏറ്റവും അടുത്തവനാണ്, എന്റെ കണ്ഠനാടിയേക്കാൾ എന്നോട് സമീപസ്ഥനാണ് എന്ന ഉത്തമ ബോധ്യം കഴിഞ്ഞ ദിനരാത്രങ്ങളിലൂടെ നാം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇടവും വലവും നമ്മെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മാലാകമാരുടെ സാന്നിധ്യം കൊണ്ട് ജീവിതത്തെ സൂക്ഷ്മമായ തലങ്ങളിലൂടെ കടത്തിവിടാൻ നാം ശീലിച്ചു കഴിഞ്ഞു. വിശുദ്ധ റമദാൻ വിട പറഞ്ഞു കഴിഞ്ഞാലും എന്റെ കർമ്മങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മാലാകമാരുടെ സാന്നിധ്യം എന്നോടൊപ്പം തുടരുക തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് മുമ്പിൽ സ്വർഗത്തിന്റെ വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലർക്കെ തുറന്നു വെച്ച് കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ എന്റെ സ്വർഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കി മനോഹരിയായി നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ പടിവാതിൽക്കലേക്ക് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖാഫിലൂടെ പറഞ്ഞു വെച്ചതുപോലെ വഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ്, സ്വർഗം മുത്തഖീങ്ങളുടെ മുമ്പിൽ ഒട്ടും വിദൂരത്തല്ലാതെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. സ്വർഗത്തിന്റെ വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിന്റെ കാവൽക്കാരായ മാലാകമാർ വിശ്വാസികളായ സമൂഹത്തെ സ്വീകരിച്ച് ആനയിക്കാൻ സന്നദ്ധരായി കാത്തു നിൽക്കുന്നു. ഗൈറ ബഈദ്, ഒട്ടും അകലെയല്ലാതെ സ്വർഗം ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നു. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീർ, ഈ പറയപ്പെടുന്ന സന്ദർഭം എന്നത് ഓരോ ദിവസങ്ങളിലൂടെയും വിശ്വാസി മാറ്റിയെടുത്തുകൊണ്ട് വന്ന അവ്വാബിൻ ഹഫീർ, അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന അവന്റെ മനസ്സുമൂലം അള്ളാഹുവിലേക്ക് നിരന്തരം തിരിഞ്ഞിരിക്കുന്ന അവന്റെ മനസ്സുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗമാണ്. അതെ, ഓരോ വിശ്വാസിയുടെയും മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു. പകരം അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ അവരോട് പറഞ്ഞേക്കണം, ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റ, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പറയുമ്പോൾ പകരം ഞാൻ അവരോട് യാതൊരു പ്രതിഫലവും, നിങ്ങൾ എനിക്ക് ഇന്ന പ്രതിഫലം തരണം എന്നത് സ്വർഗത്തിന്റെ ഉപാധിയായി ഞാൻ വെക്കുന്നില്ല. നിങ്ങളോട് ഞാൻ ആകെ ഉപാധിയായി വച്ചതെന്തായിരുന്നു? ഇല്ലൽ മവദ്ദത്തുൽ ഖുർബ, നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളെ നിങ്ങൾ സ്നേഹിച്ചേക്കണം. അഥവാ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് സ്വയം നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്വർഗമുണ്ട്. നിങ്ങൾക്ക് സ്വയം തുറന്നു വെക്കാൻ കഴിയുന്ന ഒരു സ്വർഗമുണ്ട്. ഈ അടുത്ത കാലത്ത് സൂഫി സംഗീതമൊക്കെ പാടുന്ന ഷഹബാസ് സമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഗസൽ അല്ലെങ്കിൽ ഒരു പാട്ട് ഒരുപാട് ആളുകൾ മനോഹരമായി കമന്റ് ചെയ്ത ഒരു ഗാനമുണ്ട്. ആ ഗാനത്തിന്റെ വരികളും അതിന്റെ തലക്കെട്ടും നരകത്തിൽ തീയില്ല എന്നതാണ്. നരകത്തിൽ തീയില്ല, സ്വർഗത്തിൽ തോട്ടവുമില്ല എന്ന ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് ആ ഗാനം അദ്ദേഹം ആലപിക്കുന്നത്. അതൊരു സൂഫി കവിതയുടെ, ഒരു സൂഫി കഥയുടെ ഇതിവൃത്തത്തിൽ നിന്ന് രൂപപ്പെടുന്നതുമാണ്. ആ സൂഫി കഥ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു സൂഫിയായ മനുഷ്യനും അദ്ദേഹത്തിന്റെ ശിഷ്യനും കൂടി യാത്ര പോകുന്നു. ആ യാത്രയുടെ ഒരു ഘട്ടത്തിൽ മരുഭൂമിയിൽ വെച്ച് അവർ രണ്ടുപേരും മാത്രമായപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരൽപ്പം തീ അവർക്ക് ആവശ്യമായി വന്നു.
അപ്പോൾ സൂഫിയായ ഈ മനുഷ്യൻ തന്റെ ശിഷ്യനോട് പറയുന്നു, തീ എവിടെ നിന്നാണ് ഈ മരുഭൂമിയിൽ നമുക്ക് കിട്ടുക? തീ കിട്ടാനൊരു മാർഗമുള്ളത് നരകത്തിലാണ് തീയുള്ളത്. നരകത്തിൽ നിന്ന് നീ തീ ശേഖരിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഈ സൂഫിയായ മനുഷ്യന്റെ ശിഷ്യൻ എവിടെയാണ് നരകമെന്നും നരകത്തിൽ നിന്നൊരൽപ്പം തീ കിട്ടുമോ എന്നും അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ അലഞ്ഞു. കുറെ കഴിഞ്ഞതിന് ശേഷം മടങ്ങി വന്ന് ശൂന്യമായ കൈകളുമായി മടങ്ങി വന്നിട്ട് തന്റെ ഗുരുവിനോട് അദ്ദേഹം പറയുന്നു, ഞാൻ നരകത്തിൽ പോയി, പക്ഷേ നരകത്തിൽ തീയുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സൂഫി ചോദിക്കുന്നുണ്ട്, നരകത്തിൽ ചെന്നിട്ടും നിനക്കെന്തുകൊണ്ടാണ് തീ കാണാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ ഈ ശിഷ്യൻ പറയുന്ന മറുപടി, നരകത്തിൽ തീയില്ല, നരകത്തിലേക്കുള്ള തീ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ചുമന്നു കൊണ്ടുപോകേണ്ടതാകുന്നു. നരകത്തിൽ കത്തിക്കാനുള്ള ഇന്ധനം, നരകത്തിൽ നിങ്ങൾക്ക് തീയായി മാറാനുള്ള ഇന്ധനം എന്താണോ, ആ ഇന്ധനം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ചുമന്നുകൊണ്ടുപോകേണ്ട ഇന്ധനമാണ്. അതേ ഗാനത്തിൽ അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു, സ്വർഗത്തിൽ ഒരു തോട്ടവുമില്ല. സ്വർഗത്തിൽ തോട്ടമില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ മനോഹരമായി വിശുദ്ധ ഖുർആൻ പങ്കുവെക്കുന്ന സങ്കല്പങ്ങളൊക്കെയും നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ചുമന്നു കൊണ്ടുപോകാനുള്ളതാണ്. നിങ്ങളുടെ അമലുകളിലൂടെ, നിങ്ങളുടെ ആരാധനകളിലൂടെ, നിങ്ങളുടെ ദാനധർമ്മങ്ങളിലൂടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൂടെ കൊണ്ടുപോകാനുള്ളതാണ് സ്വർഗീയ സങ്കല്പം എന്ന് പറയുന്ന തോട്ടങ്ങൾ എന്ന് പറയുന്നു. അഥവാ ഞാൻ സൂചിപ്പിച്ചു വന്നത്, വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ പങ്കുവെക്കുന്ന സ്വർഗം ഒട്ടും അകലത്തിലല്ലാതെ വിശ്വാസികളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ വാതിലുകൾ മലർക്കെ തുറന്നു വച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനം പാലിക്കാൻ കാത്തിരിക്കുന്നു. ആർക്കുള്ളതാണ് ആ വാഗ്ദാനം എന്ന് ചോദിച്ചാൽ, അവ്വാബീങ്ങളായ, അഥവാ തങ്ങളുടെ മനസ്സും തങ്ങളുടെ കർമ്മങ്ങളും തങ്ങളുടെ ചിന്തകളുമൊക്കെ അള്ളാഹുവിലേക്ക് നിരന്തരം മടക്കി അള്ളാഹുവിലേക്ക് മാത്രം ചേർത്തു വെച്ചവർക്കുള്ളതാണ്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അള്ളാഹുവിനെ കാണാതെ തന്നെ അദൃശ്യനായ അള്ളാഹുവിനെ ഭയപ്പെട്ടവരാണ് അവർ. കാണാതെ തന്നെ അള്ളാഹുവിനെ വിശ്വസിച്ചവർ. നാം ആലോചിച്ചു നോക്കൂ, മുൻപൊരിക്കൽ വിശദമായി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലമായി നമ്മുടെ ഭൂമിയിലെ ജീവിതം ആരംഭിച്ചിട്ട്. പക്ഷെ എപ്പോഴെങ്കിലും എനിക്കെന്റെ അള്ളാഹുവിനെ കൺമുന്നിലൊന്ന് കാണണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ പ്രവാചകന്മാരുടെ സമൂഹം ആവശ്യപ്പെട്ടതുപോലെ നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത അള്ളാഹുവിനെ എനിക്കൊന്ന് കാണണം, ആകാശത്തുള്ളവൻ എങ്ങനെയാണ്, അള്ളാഹുവിന്റെ രൂപം എങ്ങനെയാണ് എന്ന ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിലുണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ആ ചിന്തയില്ല എന്ന് ചോദിച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അദൃശ്യനാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അരൂപിയാണെന്നും കൃത്യമായൊരു അവബോധം നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ അതേ സമയം എനിക്കെന്റെ റബ്ബിനെ കാണാൻ കഴിയുന്ന ഒരു സമയമുണ്ട്. എന്റെ നാഥൻ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന, എന്റെ നാഥന്റെ കാരുണ്യം എനിക്ക് മാത്രമായി വഴിഞ്ഞൊഴുകുന്ന, എന്നെ വിചാരണയ്ക്ക് വിധേയരാക്കുന്ന, എന്റെ കർമ്മങ്ങളുടെ അനന്തരഫലം എനിക്ക് വീതിച്ചു തരാനുള്ള ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ കാത്തിരിക്കുന്നവനാണ് എന്ന ഒരു ബോധ്യം കൂടി നമ്മുടെയൊക്കെ തിരിച്ചറിവാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നു, മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. അള്ളാഹുവിനെ കാണാതെ തന്നെ വിശ്വസിച്ചവരാണ്, കാണാതെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടവരാണ്. മാത്രമല്ല അവരുടെ ഹൃദയം എപ്പോഴും അള്ളാഹുവിലേക്ക് ചേർത്ത് വെച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാലാകമാർ അവരോട് പറയും, ഉദ്ഖുലൂഹാ ബിസലാമിൻ ദാലിക യൗമുൽ ഖുലൂദ്. നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. എങ്ങനെ നിങ്ങൾ പ്രവേശിക്കണം? ബിസലാം, ശാന്തരായി, സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, നിറഞ്ഞ മനസ്സുമായി നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. കാരണം ദാലിക യൗമുൽ ഖുലൂദ്, ഈ ദിവസമുണ്ടല്ലോ നിങ്ങളെ നിത്യരാക്കി മാറ്റുന്ന, നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചതുപോലെ കുറഞ്ഞ ഒരു കാലയളവിന് വേണ്ടിയുള്ളവരല്ല.
നിങ്ങൾക്ക് നിത്യമായി ജീവിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിയിട്ടുള്ള സ്വർഗീയ ജീവിതത്തിലേക്ക്, ജീവിതാനന്ദങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക എന്ന് അള്ളാഹുവിന്റെ മാലാഖമാർ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയുമെന്നാണ് വിശുദ്ധ ഖുർആൻ പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോന്നിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് ഏറ്റുപറയാൻ കഴിയണം. അള്ളാഹുവേ, നീ പറഞ്ഞ ഉറപ്പിന്റെ പുറത്താണ് ഞങ്ങളുടെ ഭക്ഷണം മാറ്റിവെച്ചത്. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിന്റെ പുറത്താണ് ഞങ്ങളുടെ പാനീയങ്ങൾ മാറ്റിവെച്ചത്. നീ തന്ന വാഗ്ദാനത്തിന്റെ പുറത്താണ് ഞങ്ങൾ നിന്റെ ഭവനങ്ങളായ പള്ളികളെ ഞങ്ങളുടെ വീടുകളെക്കാൾ സ്നേഹിച്ചത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ രാത്രികളിൽ പള്ളികളൊക്കെയും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്. എത്ര മനോഹരമായിട്ടാണ് അള്ളാഹുവിന്റെ വീടുകളിലേക്ക് അവർ വിരുന്നു വരുന്നത്. എത്ര സുന്ദരമായ കാഴ്ചയാണ്. കൊച്ചുമക്കളുടെ കൈപിടിച്ച് 8 മാസവും 9 മാസവും പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൂടി പള്ളിയിലേക്ക് എത്തിക്കാത്തിരിക്കാൻ ആലോചിച്ചു നോക്കൂ. എന്തെല്ലാം തടസ്സങ്ങൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നിട്ട് ഇണകൾക്ക് വേണ്ടി ഭക്ഷണമൊരുക്കണം, കുടുംബത്തിന് വേണ്ടി ഭക്ഷണമൊരുക്കണം, വീട് വൃത്തിയാക്കണം, എല്ലാ തടസ്സങ്ങളും ഉണ്ടായിട്ടും എത്രയെത്ര സഹോദരിമാരാണ് കൈക്കുഞ്ഞുങ്ങളെയുമായി അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് വന്നത്. ഞങ്ങൾ വന്നിട്ടുള്ളത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വീട്ടിലേക്കല്ല. ഞങ്ങൾ ഇഅ്തിഖാഫിന് വേണ്ടി വന്നിട്ടുള്ളത് ഏതെങ്കിലും ഞങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കല്ല. ഞങ്ങൾ വന്നിട്ടുള്ളത് സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തായ കാരുണ്യ കടലായ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ റബ്ബിന്റെ വീടകങ്ങളിലേക്കാണ്. ആ വീടുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളെക്കാൾ പ്രിയങ്കരമായി തീർന്നിരിക്കുന്നു വിശുദ്ധ റമദാനിൽ. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കീശകൾ തപ്പിയെടുത്ത് ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഉറപ്പിന്റെ പുറത്ത് ഇതാ ഞങ്ങൾ നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരു കതിർമണി ഞങ്ങൾ നട്ടതുപോലെ അതിൽ നിന്ന് കുലകളുണ്ടായി. ആ കുലകളിൽ 100 വീതം ധാന്യമണികളുണ്ടായി. എത്രയോ ഇരട്ടിക്കിരട്ടിയായി ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ സമ്പാദ്യത്തിന്റെ മേഖലയിൽ ഞങ്ങളിതാ വച്ചിരിക്കുന്നു. ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ ശരീരവും അള്ളാഹുവിന് വേണ്ടി വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പറയാറുണ്ടല്ലോ, മഹാനായ സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ഹിജ്റയെ കുറിച്ച് പലയാവർത്തി എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു യാത്ര തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ധനാഢ്യനായ കോടീശ്വരനായ റോമിൽ നിന്ന് വന്ന് ഇസ്ലാം സ്വീകരിച്ച് അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിഞ്ഞ് മക്ക എന്ന് പറയുന്ന കച്ചവട കേന്ദ്രത്തിൽ കച്ചവടം ചെയ്ത് സമ്പാദ്യങ്ങൾ കണക്കില്ലാത്ത വിധം വാരിക്കൂട്ടിയ മനുഷ്യൻ. പക്ഷേ ഹിജ്റ പോകുമ്പോ മക്കയുടെ അതിർത്തിയിൽ സത്യനിഷേധികൾ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്ന ഒരു വർത്തമാനം, സുഹൈബേ, നീ മക്കയിൽ കച്ചവടം ചെയ്തിരിക്കുന്നു, നീ ഞങ്ങളിൽ നിന്ന് സമ്പാദിച്ചിരിക്കുന്നു, നിനക്ക് വേണമെങ്കിൽ മദീനയിലേക്ക് യസ്രിബിലേക്ക് പുറപ്പെടാം, പക്ഷേ ഈ സമ്പാദ്യങ്ങൾ ഞങ്ങളിൽ നിന്ന് നീ സ്വരൂപിച്ചതാണ് എന്ന് പറയുമ്പോ സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അത്തറസ്തുലക്കും മാലി അതുഹല്ലൂന സബീലി, എന്റെ ഈ സമ്പാദ്യമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ സമ്പാദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടുതന്നാൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ എന്നെ അനുവദിച്ചേക്കുമോ? അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ അനുവദിക്കും. കാരണം ഞങ്ങളുടെ മുമ്പിലെ പ്രശ്നം നിന്റെ സമ്പാദ്യമാണ്. അദ്ദേഹം ആ സമ്പത്ത് മുഴുവനും ഈ കുഫാറെ ഖുറൈശികളുടെ കാൽ കീഴിൽ വെച്ചുകൊടുത്തിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര തിരിച്ച് 435 കിലോമീറ്റർ മക്കയിൽ നിന്ന് മദീനയിലോളം. നമുക്കറിയാം, അൽ മദീനത്തു ബൈന ഹറൈൻ, മദീന എന്ന് പറയുന്നത് ചരൽക്കാടുകൾ നിറഞ്ഞ, അൽ മദീനത്തു ബൈനൽ ലാബത്തൈൻ, മദീന എന്ന് പറയുന്നത് ലാവ ഉരുകി ഒലിച്ച് കൂർത്തുമൂർത്ത ചെറിയ ചെറിയ ചരൽക്കല്ലുകൾ കൊണ്ട് മനുഷ്യന് നടക്കാൻ പ്രയാസകരമായ മരുഭൂമിയാണ്. ആ മരുഭൂമിയിലൂടെ കാൽനടയായി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്ന ഒരു രംഗം ഖുബാ പള്ളിയുടെ പരിസരത്ത് നിന്ന് ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ 2 കൈകളും ഇങ്ങനെ ആകാശത്തോളം ഉയർത്തിപ്പിടിച്ച് എത്താവുന്നിടത്തോളം വിടർത്തിപ്പിടിച്ച് സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹുവിനെ അഭിവാദ്യം ചെയ്യുന്നത് ചരിത്രത്തിൽ
ഞാനും നിങ്ങളും അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കും. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റബിഹൽ ബൈഅ യാ സുഹൈബ്, റബിഹൽ ബൈഅ യാ അബാ യഹ്യ. സുഹൈബേ, നിന്റെ കച്ചവടം വലിയ ലാഭകരമാണ്. സുഹൈബേ, നിന്റെ കച്ചവടം വലിയ ലാഭകരമാണ്. അബാ യഹ്യ, നീ ചെയ്തു വന്ന ഈ കച്ചവടമുണ്ടല്ലോ, തുല്യതയില്ലാത്ത വിധം നീ ലാഭം നേടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ ജട പിടിച്ച് കാൽനടയായി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വന്ന സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഓടി വന്ന് വാരിപ്പുണർന്ന് തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വല്ലാഹി യാ റസൂലല്ലാഹ്, അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിന്റെ റസൂലെ, മാ സബഖനി അഹദുൻ ഇലൈക ഇല്ലാ അഖ്ബറക ജിബ്രീൽ. എന്റെ ഈ സമ്പാദ്യം മുഴുവനും ഖുറൈശികളുടെ കാൽക്കീഴിൽ ഞാൻ വച്ചുകൊടുത്തു എന്നതറിയുന്ന, ആ യാഥാർത്ഥ്യം അറിയുന്ന ഒരു കുഞ്ഞു പോലും എനിക്ക് മുൻപ് താങ്കളുടെ അടുത്തേക്ക് വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു, ഇല്ലാ അഖ്ബറക ജിബ്രീൽ, അള്ളാഹുവിന്റെ മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് താങ്കളെ ഈ വാർത്ത അറിയിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വാരിപ്പുണർന്നു. ആ വാരിപ്പുണർന്നിടത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം വിറകൊണ്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടം ഉയർത്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ ചുവന്നു. ആകാശത്തു നിന്ന്, 7 ആകാശങ്ങൾക്കപ്പുറത്തു നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, വമിനന്നാസി മയ്യസ്രി നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാഹ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ ഇങ്ങനെയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ ഇങ്ങനെയാണ്. ഇബ്തിഗാ മർളാത്തില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം ലാക്കാക്കിക്കൊണ്ട് ജീവിതത്തെ വിറ്റ് കളഞ്ഞ മനുഷ്യരാണ്. അവരുടെ കയ്യിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാനുള്ളത് അവർ കൊടുത്തു. അവർ കാത്തുവച്ചതൊക്കെയും അള്ളാഹുവിന്റെ സന്നിധിയിൽ നാളെ ഞങ്ങൾക്ക് ഇരട്ടിക്കിരട്ടിയായി തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷയോടുകൂടിയായിരുന്നു. അഥവാ വിശുദ്ധ റമദാനിന്റെ ഈ ദിനരാത്രങ്ങളിൽ നാം ഓരോരുത്തരും നമ്മുടെ കീശയിൽ തപ്പി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാനിതാ നിക്ഷേപിച്ചിരിക്കുന്നു. എങ്ങു നിന്നോ വന്ന എനിക്കറിയാത്ത ഏതോ സഹോദരൻ എന്റെ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച ബക്കറ്റിൽ ഞാൻ നിക്ഷേപിച്ച ആ നിക്ഷേപത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ കൊണ്ടുപോകുന്നത് നാളെ പരലോകത്ത് മടക്കി തന്നേക്കാവുന്ന ഒരു നിക്ഷേപത്തിലേക്കായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതിനുമപ്പുറം പാതിരാവിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തിപ്പിടിച്ച് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സമയം ചിലവഴിച്ചവരുണ്ട്. അള്ളാഹുവെ, നിന്റെ മാത്രം വിധിയെ, നിന്റെ മാത്രം വാഗ്ദാനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തെ ലാക്കാക്കിക്കൊണ്ട് ഞങ്ങൾ നിർവഹിച്ച അമലുകൾ അതൊക്കെയും നീ സ്വീകരിക്കണേ എന്ന് വിശുദ്ധ റമദാനിന്റെ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ തികഞ്ഞ ജാഗ്രതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ കൊണ്ടുവെക്കുന്ന സൂറത്തുൽ സുമറിലെ മനോഹരമായ ഒരു ചിത്രമുണ്ട്. 2 സംഘങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തും. നമുക്ക് സുപരിചിതരാണ് ആ 2 സംഘങ്ങളും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറ. അള്ളാഹുവിന്റെ നരകത്തിന്റെ മുമ്പിലേക്ക് ഒരു സംഘത്തെ ഇങ്ങനെ ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. വസീഖല്ലദീന, സാഖ് എന്ന് പറഞ്ഞാൽ കാലിന്റെ തണ്ടുകളാണ്. കണങ്കാലുകൾ ഇങ്ങനെ അടുത്തടുത്ത് ചവിട്ടി തിരക്കുകൂട്ടി ധൃതിപ്പെട്ട് നരകത്തിന്റെ മുമ്പിലേക്ക് ആട്ടിത്തെളിക്കപ്പെട്ടു വരുന്ന ഒരു രംഗം. ഹത്താ ഇദാ ജാഊഹ ഫുതിഹത് അബ്വാബുഹ. അവർ ആ നരകത്തിന്റെ വാതിൽക്കലെത്തിയാൽ ആ നരകത്തിന്റെ വാതിലുകൾ അവർക്ക് മുമ്പിൽ മലർക്കെ തുറക്കും. എന്നിട്ട് വഖാല ലഹും ഖസനതുഹ, ആ നരകത്തിന്റെ കാവൽക്കാരായ അള്ളാഹുവിന്റെ മലക്കുകൾ അവരോട് ചോദിക്കും, അലം യഅതികും റുസുലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ. നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്ന അള്ളാഹുവിന്റെ വേദഗ്രന്ഥം നിങ്ങളെ പഠിപ്പിച്ചിരുന്ന, നിങ്ങളോട് ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്ന അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകാരായ പ്രവാചകന്മാർ നിങ്ങൾക്കിടയിൽ വന്നിരുന്നില്ലേ? നിങ്ങളോട് എത്രയെത്ര വാഗ്ദാനങ്ങളാണ്, എത്രയെത്ര ഉത്ബോധനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക് ആനയിച്ചു നൽകിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നു. ആ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ നമ്മുടെ കൈവെള്ളയിൽ വെച്ച് തന്നിരിക്കുന്നു. ആ മുന്നറിയിപ്പുകൾ ഓരോന്നും, ഓരോ സൂചകങ്ങളും പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയോട് പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന്
പോകുന്നതിന് മുൻപ് ഇതാ 10 മിനിറ്റ് കൂടി പരീക്ഷ ആരംഭിക്കാൻ ബാക്കിയുണ്ട്, നിങ്ങൾ അവസാനവട്ട നിങ്ങളുടെ പുസ്തകമൊന്ന് തുറന്ന് വായിച്ചു നോക്കൂ എന്ന് പറയുമ്പോൾ കളിച്ചും തിരിച്ചു വിരിക്കുന്ന വിദ്യാർത്ഥിയെക്കുറിച്ച് നമുക്ക് എന്ത് പറയാൻ കഴിയും? അതല്ല, ആ 10 മിനിറ്റ് കൂടി എനിക്ക് അരമാർക്കെങ്കിൽ അരമാർക്ക് കിട്ടാവുന്ന ഒരു പോയിന്റ് കൂടി നോക്കാൻ കഴിഞ്ഞാൽ അതായി എന്ന് കരുതി പരിശ്രമിക്കുന്ന വിദ്യാർത്ഥിയും ഉണ്ടാകും. പരീക്ഷാ ഹാളിലേക്ക് കയറി പരീക്ഷ എഴുതി പരീക്ഷ അവസാനിക്കേണ്ടതിന്റെ വാണിംഗ് ബെല്ലടിക്കുമ്പോ ഇനി നിങ്ങൾക്ക് 5 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ഈ 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പേപ്പറുകൾ നിങ്ങൾ നൂലുപയോഗിച്ച് കെട്ടണമെന്നും അടുത്ത ബെല്ലോടുകൂടി നിങ്ങൾ ഈ രംഗം വിട്ടൊഴിയണമെന്നും പരീക്ഷാ ഹാളിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടും അലസനായിരിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നമുക്കെന്താണ് പറയാൻ കഴിയുക? ഞാൻ പറയുന്നത്, നമുക്കിപ്പോൾ ഏറ്റവും അവസാനത്തെ വാണിംഗ് ബെല്ല് കിട്ടിയിരിക്കുന്നു. അത് റമദാൻ അവസാനിക്കുന്നു എന്ന വാണിംഗ് ബെല്ലല്ല, നമ്മുടെ ജീവിതത്തെ കുറിച്ച വാണിംഗ് ബെല്ലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തിരിച്ചുവിടാൻ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ നിരീക്ഷണങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ അള്ളാഹുവിന്റെ തൃപ്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അപ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്നു, നിങ്ങളിലേക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ലേ? പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അതെ, തീർച്ചയായും വന്നിരുന്നു. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ ഈ സന്ദർഭത്തിൽ വലാകിൻ ഹഖ്ഖത്ത് കലിമത്തുൽ അദാദി അലൽ കാഫിരീൻ, ഇപ്പോൾ നിഷേധികളായ ആളുകളുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു, പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഖീല ദുഖുലു അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ ഫബിഇസ മസ്വൽ മുതകബ്ബിരീൻ, നിങ്ങൾ നരകത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഈ നരകം എന്ന് പറയുന്നത് അഹങ്കാരികളുടെ, പൊങ്ങച്ചക്കാരുടെ, താന്തോന്നികളുടെ, നിങ്ങളെ തെറ്റിലേക്ക് പിടിച്ചു നിർത്തിയിരുന്ന ഏതെല്ലാം ദുർവികാരങ്ങളുണ്ടോ ആ ദുർവികാരങ്ങളുടെയും ചാബല്യങ്ങളുടെയും അടിമകളായിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട സങ്കേതമാണ് ഈ നരകമെന്ന് അള്ളാഹുവിന്റെ മാലാകമാർ അവരോട് പറയുന്നു. അഥവാ മനുഷ്യന്റെ ചാൻസ് അവിടെ കഴിഞ്ഞു എന്നർത്ഥം. ഇനി ഒരു അവസരം കൂടി, ഒരല്പസമയം കൂടി, അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൂടി അനുവദിക്കപ്പെടാനുള്ള യാതൊരു സാധ്യതയുമില്ലാത്ത വിധം അള്ളാഹുവിന്റെ മലക്കുകൾ, അള്ളാഹുവിന്റെ ശിക്ഷയുടെ മലക്കുകൾ അവരെ കൈകാര്യം ചെയ്യും. ശിക്ഷയുടെ മലക്കുകൾക്ക് ചിന്തിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ ആ കൽപ്പന നിർവഹിക്കലാണ് അള്ളാഹുവിന്റെ മാലാകമാരുടെ ദൗത്യം. ഇനി രണ്ടാമത്തെ സംഘത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, വസീഖല്ലദീന തഖവ റബ്ബഹും ഇലൽ ജന്നതി സുമറ, അള്ളാഹുവിനെ സൂക്ഷിച്ച, തഖ്വയോടുകൂടി ജീവിതം കെട്ടിപ്പടുത്ത, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വണങ്ങിയും വഴങ്ങിയും ജീവിതത്തെ നിർമ്മിച്ചെടുത്ത നല്ലവരായ മനുഷ്യർ സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക് ഇങ്ങനെ ആനയിക്കപ്പെടുന്ന ഒരു സന്ദർഭം. ഹത്താ ഇദാ ജാഊഹ വഫുതിഹത് അബ്വാബുഹ, അവരതിന്റെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ സ്വർഗത്തിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടും. അവരെ അഭിവാദ്യം ചെയ്യാൻ ആ മലർക്കെ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ വാതിലുകൾക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ മാലാകമാരുണ്ടാകും. വഖാലലഹും, എന്നിട്ട് അവരോട് പറയപ്പെടും, വഖാലലഹും ഖസനതുഹ, ഈ അള്ളാഹുവിന്റെ മാലാകമാരായ സ്വർഗത്തിന്റെ കാവൽക്കാരായ മാലാകമാർ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, സലാമുൻ അലൈക്കും, നിങ്ങളോട് സലാം, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. നമ്മളിപ്പോൾ ഭൂമിയിൽ കണ്ടുമുട്ടുമ്പോ പരസ്പരം പറയുന്ന ഈ സലാം ഉണ്ടല്ലോ, നമ്മളീ പറയുന്ന അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈകൊടുത്ത് സ്നേഹപൂർവ്വം വിശേഷങ്ങൾ പങ്കുവച്ച് നിർവൃതിയോടുകൂടി നമ്മളീ പറയുന്ന സലാം, സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞ് നമ്മെ അഭിവാദ്യം ചെയ്യുന്ന അള്ളാഹുവിന്റെ മാലാകമാർ അഭിവാദ്യം ചെയ്യുന്നിടത്തോളം കൊണ്ടുപോകാനുള്ളതാണ് എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടെ. അള്ളാഹുവിന്റെ മാലാകമാർ, നിങ്ങൾ കയറിക്കോളൂ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ട്, സമാധാനമുണ്ട്. കാരണം തിബ്തും, നിങ്ങൾ വിശുദ്ധരായി മാറിയിരിക്കുന്നു, നിങ്ങൾ ആത്മവിശുദ്ധി കൈവരിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട്, നിങ്ങളുടെ ആരാധനകൾ കൊണ്ട്, നിങ്ങളുടെ ദിക്റുകളും ദുആകളും കൊണ്ട്, നിങ്ങളുടെ നമസ്കാരം കൊണ്ട്, നിങ്ങളുടെ സുജൂദ് കൊണ്ട്, നിങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട്, നിങ്ങളുടെ ദാനധർമ്മങ്ങൾ കൊണ്ട്, നിങ്ങൾ ചെത്തി മിനുക്കിയെടുത്ത നിങ്ങളുടെ ജീവിതമാകുന്ന നല്ല വിശുദ്ധമായ സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾ വിശുദ്ധരായി മാറിയിരിക്കുന്നു. ആ വിശുദ്ധന്മാർ പ്രവേശിച്ചുകൊള്ളൂ, ഫദ്ഖുലൂഹാ ഖാലിദീൻ, ഇതിൽ നിങ്ങൾക്ക് ശാശ്വതമായി വസിക്കാനുള്ള അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു അനുവദിച്ചു തരുന്ന
നിങ്ങളുടെ കർമ്മങ്ങളുടെ പ്രതിഫലമാണ്. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദ. അപ്പോൾ വിശ്വാസികളായ ആളുകൾ സ്വർഗീയ അനുഭൂതികളിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികൾ പറയുന്ന വർത്തമാനം അൽഹംദുലില്ലാ. ഭൂമിയിലുടനീളം തുമ്മിയപ്പോൾ, ഭക്ഷണം കഴിച്ചപ്പോൾ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ, വിസർജനം കഴിഞ്ഞപ്പോൾ എന്ന് വേണ്ട ആരെങ്കിലും വിശേഷം ചോദിച്ചപ്പോൾ ഒക്കെയും പങ്കുവച്ച അൽഹംദുലില്ലാ എന്ന പദപ്രയോഗം സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ പങ്കുവച്ച, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നിലപാടായി നമ്മൾ ഉൾക്കൊണ്ട അൽഹംദുലില്ലാ എന്നതിന്റെ അവസാനത്തെ വർത്തമാനം അഥവാ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദ. അല്ലാഹു നമ്മോട് വാഗ്ദാനം ചെയ്ത, ആ വാഗ്ദാനം പൂർത്തീകരിച്ച, നമ്മോട് ചെയ്ത കരാറ് പൂർത്തീകരിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. വഅൗറസനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈതു നശാ. നമുക്കിപ്പോൾ സ്വർഗത്തിലെ ഇഷ്ടമുള്ള ഇടം നമുക്ക് തേടി പിടിക്കാം. സ്വർഗത്തിന്റെ ഏത് ഭാഗവും നമുക്ക് സ്വീകരിക്കാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ മുമ്പിലേക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. എന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ കൈവശമുള്ളതൊക്കെ ചിലവഴിച്ചവനാണെങ്കിൽ, എന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ വിചാരങ്ങളെ നിയന്ത്രിച്ചവനാണെങ്കിൽ, എന്റെ തൃപ്തിക്ക് വേണ്ടി നീ നിന്റെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ചവനാണെങ്കിൽ, നിന്റെ താല്പര്യങ്ങളെ ബലികഴിച്ചവനാണെങ്കിൽ, എന്നിട്ട് എന്റെ താല്പര്യത്തിനും എന്റെ ആഗ്രഹത്തിനും നീ മുൻഗണന നൽകിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിതാ നിന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ മുൻഗണന നൽകുന്നു. നിനക്ക് ഇഷ്ടമുള്ള ഇടം, സ്വർഗത്തിന്റെ ഏത് ഭാഗം നിനക്ക് വേണമോ ആ ഭാഗത്തേക്ക് നിനക്ക് പ്രവേശിച്ചു കൊള്ളാം. ആ ഭാഗം നിനക്കുള്ളതാണ്. ആ ഭാഗം സജ്ജീകരിച്ചിട്ടുള്ളത് നിന്നെ പ്രതീക്ഷിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ വിശ്വാസികൾ പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ഇടം സ്വീകരിക്കാമല്ലോ. ഫനിഅമ അജ്റുൽ ആമിലീൻ. എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് വേണ്ടി അമലുകൾ എടുത്ത മനുഷ്യർക്ക് അല്ലാഹു അവന്റെ കർമ്മങ്ങളുടെ പ്രതിഫലം നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ഇതൊരൽപ്പം വൈകാരികമായി തന്നെ സ്വർഗത്തെ ഭൂമിയിൽ കാലൂന്നിരുന്ന് ആകാശത്തുള്ളവൻ വാഗ്ദാനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് കണ്ണെറിയേണ്ട അവസാനത്തെ സന്ദർഭമാണ്. നമ്മൾ പ്രാർത്ഥിച്ച്, നമ്മൾ തേടി സ്വർഗത്തിന്റെ അടുത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴിതാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട്, ഇതാ നിനക്ക് വേണ്ടി ഞാൻ സജ്ജീകരിച്ച സ്വർഗം, നിനക്ക് ഞാൻ പ്രതിഫലമായി തരാൻ വെച്ച സ്വർഗം, ഇതാ നിനക്ക് പ്രവേശിക്കാമെന്ന് പറയുവോളം ഞാനും നിങ്ങളുമൊക്കെ ഈ വിശുദ്ധ റമദാനിൽ ആത്മവിശുദ്ധി കൈവരിച്ചിട്ടുണ്ടാകണമെന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. വിശുദ്ധ റമദാൻ വിട പറഞ്ഞതിന് ശേഷം ഇനി എത്രയെത്ര രാത്രികൾ അള്ളാഹുവിനോട് എനിക്ക് ഏറ്റുപറയാമായിരുന്ന സന്ദർഭങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എത്രയെത്ര സന്ദർഭങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാമായിരുന്ന സന്ദർഭങ്ങൾ ഞാൻ കളിച്ചും ചിരിച്ചും എന്റെ മൊബൈലിൽ തൊണ്ടിയും എന്റെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ആയിട്ട് ഞാൻ ചിലവഴിച്ചു കളഞ്ഞു. എനിക്ക് വിശുദ്ധ ഖുർആനിലേക്ക് നോക്കാൻ സമയം കിട്ടിയിരുന്നില്ല. എന്റെ മൊബൈലിലേക്ക് നോക്കാൻ എനിക്ക് സമയത്തിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. എനിക്ക് പള്ളിയിലേക്ക് പോകാൻ, എനിക്ക് ഇന്നാലിന്റെ കാര്യം നിർവഹിക്കാൻ, ഇന്ന മാർഗത്തിൽ വിനിയോഗിക്കാൻ എന്റെ കയ്യിൽ 5 പൈസ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഒരാൾ സാമ്പത്തിക സഹായത്തിന് വേണ്ടി വന്നപ്പോ അയാളുടെ കയ്യിലേക്ക് കൊടുക്കാൻ 100 രൂപ തികച്ചു കൊടുക്കാൻ ഞാൻ കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് എന്റെ മക്കൾക്ക് വസ്ത്രം വാങ്ങാൻ, എന്റെ മക്കൾക്ക് ഭക്ഷണം വാങ്ങാൻ, എന്റെ മക്കൾക്ക് പെരുന്നാളിന് സന്തോഷത്തോടു കൂടിയിട്ട് മിഠായി വാങ്ങാൻ, പടക്കം പൊട്ടിക്കാൻ, അല്ലെങ്കിൽ പെരുന്നാളിനെ സന്തോഷിക്കട്ടെ സിനിമക്ക് പോകാൻ കൊടുക്കാൻ എന്റെ കയ്യിൽ പണമുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന് വിശുദ്ധ റമദാൻ വിട പറഞ്ഞതിന് ശേഷം ഖേദപൂർവ്വം നമ്മൾ ഓർമ്മിച്ചാൽ, പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഉദ്ഖുലൂഹാ ബിസ്സലാമിൻ ദാലിക യൗമുൽ ഖുലൂദ്. നിങ്ങൾ സമാധാനത്തോടുകൂടി പ്രവേശിച്ചുകൊള്ളൂ, ഇത് നിങ്ങളുടെ നിത്യവാസത്തിനുള്ള ദിവസമാണ് എന്ന് അള്ളാഹുവിന്റെ മാലാകമാർ വിളിച്ചു പറയുന്ന സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ നമുക്ക് സ്ഥാനമുണ്ടാവുകയില്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ കരുതി, നമ്മുടെ സ്വർഗത്തെ കരുതി, നമ്മുടെ നന്മയെ കരുതി, നമ്മുടെ പാരത്രിക വിജയത്തെ കരുതി നാം കരുതി വെച്ചവരാണെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തി വിജയിക്കാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ അനുകൂലമായി സാക്ഷി പറയാൻ കഴിയുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വീഴ്ചകളും പുറത്തു തന്ന് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന നല്ല അടിമകളായി മുത്മഇന്ന എന്ന് പറയുന്ന അടിമകളായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം, വിശുദ്ധ ഖുർആനിന്റെ ആളുകളായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നൽകി അർഹമുർ റഹീമീനായ നാഥൻ നമ്മെല്ലാവരെയും തുണക്കുമാറാകട്ടെ.